ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2 കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചോക്ലേറ്റ് പുഡിങ്ങും ഒരു സ്നോ വൈറ്റ് പുഡിങ്ങും. ഇതിൽ നമ്മൾ മുട്ടയോ ചൈനഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കുറവ് ചേരുവകൾ കൊണ്ട് വളരെ കുറവ് ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ്. പെട്ടെന്നൊരു പുഡിങ് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ കയറിയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്നോ വൈറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് വേണമെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടെ കൂട്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് 1 കപ്പോളം നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് നമ്മളിവിടെ പാലെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പിസ്തയുടെ എസൻസ് ആണ്. അപ്പോൾ പിസ്തയുടെ ഫ്ലേവറിലുള്ള എസൻസ് ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. എസൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് പകരം നല്ല ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എസൻസ് ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ കോൺഫ്ലോറും പാലും കൂടിയിട്ടുള്ള മിക്സ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരമൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാൻ പാടില്ല. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. പക്ഷേ ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് തീരെ പോവില്ല, നമ്മുടെ പുഡിങ് നന്നാവില്ല. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പോകരുത്. കാരണം പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവും. അതേപോലെ തന്നെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചറും നന്നാവില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുഡിങ് ഏത് ബൗളിലാണോ ഒഴിക്കേണ്ടത് ആ ഒരു ബൗളെടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതിലേക്ക് നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ നമുക്കിത് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദയായാലും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താലും മതി. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള പശുവിൻ പാലും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. നമ്മളിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ നമുക്ക് ഈ ഒരു പാലും കോൺഫ്ലവറും കൂടിയിട്ടുള്ള ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ
1 ടേബിൾ സ്പൂണോളം നെയ്യോ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിശ്രിതം കുറേശ്ശെ ഒന്ന് കട്ടയായി വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, കട്ടയൊന്നും പിടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടോടുകൂടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഈ പുഡിംഗ് ഒഴിക്കേണ്ടത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 3.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൈഡിൽ നിന്നൊക്കെ കണ്ടോ പെട്ടെന്ന് തന്നെ ഇതേപോലെ വിട്ടു പോകുന്ന ഒരു പരുവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പുഡിങ് അതിലേക്ക് വീണോളും. കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് ഇതിലേക്ക് വീണിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്നോ വൈറ്റ് പുഡിങ്ങും ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ നമ്മുടെ സ്നോ വൈറ്റ് പുഡിങ്ങും അതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിന് മുകളിലേക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണേലും ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങും സ്നോ വൈറ്റ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതേപോലെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറാണ്. വായിലിട്ട ശരിക്കും അലിഞ്ഞു പോകുന്ന 2 പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക് യു.